അങ്ങാടിപ്പുറത്ത് വർഷങ്ങളായി തുടരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് വിഷയത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ. അങ്ങാടിപ്പുറത്ത് വർഷങ്ങളായി തുടരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് സ്വാതന്ത്ര്യ സഞ്ചാരം, ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാനുള്ള അവകാശം എന്നിവ ഗുരുതരമായി ബാധിക്കപ്പെടുന്നു. അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായാൽ അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കാതെ ജീവഹാനിക്ക് കാരണമാകുന്നു എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി 11/9/2024 മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അത് നിഷേധിക്കപ്പെടുകയാണ് അങ്ങാടിപ്പുറത്ത് സംഭവിക്കുന്നത്. മനുഷ്യന് ജീവഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആംബുലൻസുകൾ അടക്കം അവിടെ ബ്ലോക്കായി മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൊഴിലിടങ്ങളിലേക്ക് പോകേണ്ട മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു. ജോലി ആവശ്യാർത്ഥം പലയിടത്തും എത്താൻ കഴിയാതെ ആളുകൾ പ്രയാസപ്പെടുന്നു. അവിടെ കച്ചവടക്കാരെ സംബന്ധിച്ച് അവിടെ കച്ചവട മേഖല തന്നെ തകർന്നിരിക്കും. ഇങ്ങനെ മുഴുവൻ അർത്ഥത്തിൽ മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട്, മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസവും പ്രതിസന്ധിയുമാണ് അങ്ങാടിപ്പുറം ഗതാഗതക്കുരുക്കിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പരാതി നൽകിയത്. അതിൽ വളരെ സന്തോഷപൂർവ്വം സ്തുത്യർഹമായ രീതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എന്നത് നിങ്ങൾ അറിയിക്കുക. നമുക്കറിയാം, പെരിന്തൽമണ്ണയെ കുറിച്ച് പറയാറുള്ളത് ഹോസ്പിറ്റൽ സിറ്റി എന്നതാണ്. നിരവധി ഹോസ്പിറ്റലുകളുള്ള നഗരമാണ് പെരിന്തൽമണ്ണ. അവിടേക്ക് വരുന്ന ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ കഴിയാതെ നിരവധി മരണങ്ങൾ അങ്ങാടിപ്പുറത്ത് വെച്ച് നടക്കുന്നു. അതിന് കാരണം അവിടെ ഈ ഗതാഗതക്കുരുക്കാണ്. ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്നുള്ളത് ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്നുള്ളതാണ്. അത് നിർമ്മിക്കാൻ ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിലപാടെടുത്തിരിക്കുകയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും പരാതിയിൽ വിശദീകരിച്ചു. കഴിഞ്ഞ മാസം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച തിരൂർ PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് നടത്തിയ കമ്മീഷന്റെ ക്യാമ്പ് സിറ്റിംഗിൽ ഈ വിഷയം പരിഗണിക്കുകയും പരാതിക്കാരിൽ നിന്നും വിശദീകരണം തേടുകയും ചെയ്തു. രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായ ഒരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നിലച്ചിരിക്കുകയാണ്. പദ്ധതി പൂർത്തീകരിക്കപ്പെടാത്തതിനാൽ നാട്ടുകാർക്ക് ഗുരുതരമായ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്. റെയിൽവേക്ക് അടക്കേണ്ട തുക നൽകിയിട്ടും പദ്ധതിയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ കമ്മീഷന് മുന്നിൽ വിശദീകരിച്ചു. കമ്മീഷന്റെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം രേഖാമൂലം പരാതിക്കാർക്ക് നൽകി. എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ വിശദീകരണം സംതൃപ്തികരമല്ലെന്നും പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തന്നെ ബലം നൽകുന്നതാണെന്നും ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു. കമ്മീഷന് മുമ്പിൽ ഹാജരായപ്പോൾ ഷിഹാബ് തിരൂർക്കാട്, സക്കീർ അരിപ്ര എന്നിവർ കൂടെ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.